മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഓപ്പൺ എക്കോണമി എന്ന ചാപ്റ്ററിലെ 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളുമാരെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് കൺഫ്യൂസിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ് ഓപ്പൺ എക്കോണമി, എന്താണ് ക്ലോസ്ഡ് എക്കോണമി. ഓപ്പൺ എക്കോണമി എന്ന് പറയുമ്പോൾ എന്താ, ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ട് ഫോറിൻ റിലേഷൻസ് കീപ്പ് ചെയ്യുന്ന ഒരു നേഷൻ ആണ്, ഒരു എക്കോണമിയാണ് ഓപ്പൺ എക്കോണമി എന്ന് പറയുന്നത്. അവിടെ ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ട് എല്ലാ തരത്തിലുള്ള ട്രേഡ് ആവട്ടെ, ഇൻവെസ്റ്റ്മെന്റ് ആവട്ടെ, എല്ലാം നടക്കും. ഇനി ക്ലോസ്ഡ് എക്കോണമിയിൽ എന്താണെടാ, എക്സ്റ്റേണൽ സെക്ടർ ഇല്ല, അങ്ങനെ ഒരു റിലേഷൻസ് വേറൊരു രാജ്യവുമായിട്ട് ഇല്ല. അവിടെ ഉള്ളിൽ എന്തായിരിക്കും, ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, വിത്തിൻ ദ കൺട്രി, ആ കൺട്രിയിൽ ഉള്ളിൽ തന്നെ മാത്രമേ ട്രാൻസാക്ഷൻസ് നടക്കുന്നുള്ളൂ. ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ. ഇനി ഓപ്പൺ എക്കോണമിയിൽ എന്താ സംഭവിക്കുക, ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ആണുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ടാണ് അവിടെ എന്തുള്ളത്, ട്രാൻസാക്ഷൻസ് ഉള്ളത്. കത്തിയോ ഈ ഒരു 2 കാര്യങ്ങളും മനസ്സിലായെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺസെപ്റ്റിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാലൻസ് ഓഫ് ട്രേഡ് ആണ്. ട്രേഡില് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ട്രേഡ് എന്ന് പറയുമ്പോൾ ആ ട്രേഡില് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഇമ്പോർട്ട്, 2 എക്സ്പോർട്ട്. ഇത് മനസ്സിലായല്ലോ. ഒന്ന് ഇമ്പോർട്ട്, ഒന്ന് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ കയറ്റുമതി, ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇറക്കുമതി. അതായത് ഇവിടെ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കിയിട്ട് വേറെ രാജ്യത്തേക്ക് അയക്കുന്നതാണ് നമ്മൾ എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അതേപോലെ അവിടുത്തെ ഫിനിഷ്ഡ് ഗുഡ്സ് ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ, ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇറക്കുമതി എന്ന് പറയുന്നത്, ഇമ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് രണ്ടും മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ 2 ഡിഫറൻസ് ആണ് ബാലൻസ് ട്രേഡ് എന്ന് പറയുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ബാലൻസ് ഓഫ് ട്രേഡ് നമുക്ക് എന്ത് പറയാം, BOT ആയിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കയറ്റി അയക്കുന്നത് 12 കോടി രൂപയുടെ സാധനങ്ങളാണ് കയറ്റി അയക്കുന്നത്, എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് 10 കോടിയുടെ സാധനങ്ങളാണ്. അപ്പൊ എന്റെ ബാലൻസ് ഓഫ് ട്രേഡ് എത്രയാണെന്ന് ചോദിച്ചാൽ എന്താ, ഈ 12 - 10 ചെയ്യാം, 2 കോടി എന്ന് പറയാം. സിംപ്ലി ഡിഫറൻസ് ബിറ്റ്വീൻ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, അതാണ് ട്രേഡിൽ വരുന്നത്. ഓക്കെ, ബാലൻസ് ഓഫ് ട്രേഡ് സിംപ്ലി എന്താണെന്ന് ചോദിച്ചാൽ മക്കളുമാർ എന്ത് പറഞ്ഞു കൊടുക്കണം, ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറഞ്ഞു കൊടുക്കണം, യെസ്, ഇമ്പോർട്ടിന്റെ എക്സ്പോർട്ടിന്റെയും ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ ബാലൻസ് ഓഫ് ട്രേഡ് ആയിട്ട് കാണിക്കുന്നത്. ഇനി ബാലൻസ് ഓഫ് ട്രേഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൺലി വിസിബിൾ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ്. എന്താണ് വിസിബിൾ ആയിട്ടുള്ള ഐറ്റംസ്, ടാഞ്ചിബിൾ ആയിട്ട് അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് നമുക്ക് തൊടാൻ കഴിയുന്ന, കാണാൻ കഴിയുന്ന ഐറ്റംസ് ആണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്, വിസിബിൾ ഐറ്റം ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ബാലൻസ് ഓഫ് ട്രേഡ് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ബാലൻസ് ഓഫ് ട്രേഡ് എന്താന്നൊക്കെ മനസ്സിലായല്ലോ. ഇനി ഡിഫറെന്റ് ടൈപ്പിലുള്ള ട്രേഡുകൾ നമുക്കുണ്ട്. എന്തൊക്കെ ട്രേഡുകളാണ് നോക്കിക്കേ, ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാകാം, ട്രേഡ് സർപ്ലസ് ഉണ്ടാകാം, ട്രേഡ് ബാലൻസ് ഉണ്ടാകാം. ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമുക്കറിയാം, ഇമ്പോർട്ട് കൂടുതലായിരിക്കും. ഇവിടെ നിങ്ങളുടെ ഇറക്കുമതി ചെയ്യുന്നത് കൂടുതലായിരിക്കും, ഇവിടെ നിങ്ങളുടെ കയറ്റി അയക്കുന്നത് എന്തായിരിക്കും, കുറവായിരിക്കും. ഇനി ഇവിടെ നമുക്ക് എന്തെന്ന് കൊടുക്കാം, എക്സ്പോർട്ട് ഇമ്പോർട്ടിനെ കാട്ടിയും കുറവാണ്, അതായത് ഇമ്പോർട്ട് കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്തുണ്ടാവും, ഒരു ഡെഫിസിറ്റ് ഉണ്ടാകും അവിടെ. ഇനി ട്രേഡ് സർപ്ലസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ, നേരെ തിരിച്ചു വരും. എക്സ്പോർട്ട് ആണ് കൂടുതൽ, അവിടെ ഇമ്പോർട്ട് കുറവാണ്. അല്ലടാ, ബഡ്ജറ്റിന്റെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, അവിടെ ബഡ്ജറ്റ് ഡെഫിസിറ്റ്, എക്സ്പെൻഡിച്ചർ കൂടുതലാണെങ്കിൽ റവന്യൂ കുറവാണെങ്കിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്തില്ലേ, ആ സെയിം സാധനം തന്നെയാണ്. നമുക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, പൈസ കിട്ടുന്നത്. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പൈസ കൊടുക്കേണ്ടത്, അപ്പൊ അത് ഡെഫിസിറ്റ്. നോക്കിക്കേ, എക്സ്പോർട്ട് കൂടുതലാണ്, നമ്മൾ കയറ്റി ചെയ്യുന്നത് കൂടുതലാണ്, ഇറക്കുമതി ചെയ്യുന്നത് കുറവാണ്, അപ്പൊ നമുക്ക് ലാഭമല്ലേ, അപ്പൊ ട്രേഡ് സർപ്ലസ് ആയിട്ട് പറയാം. ഇനി ട്രേഡ് ബാലൻസ് എന്താണ്, എല്ലാം ബാലൻസ്ഡ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട്, ഒരു എക്കോണമി കയറ്റി അയക്കുന്നതും ഇറക്കുമതി ചെയ്യുന്നതും ഈക്വൽ ആയിരിക്കും, ഒരു സന്തുലിത അവസ്ഥയായിരിക്കും, ഒരു ഇക്വിലിബ്രിയം ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, സെറ്റ് ആണോ? ഇനി ഈ ബാലൻസ് ഓഫ് ട്രേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് പോകാം, ബാലൻസ് ഓഫ് പേയ്മെന്റ്സിലേക്ക് പോകാം. ബാലൻസ് ഓഫ് ട്രേഡ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒന്നുമില്ല, ബാലൻസ് ഓഫ് ട്രേഡിൽ വരുന്നത്, ട്രേഡ് എന്ന് കേൾക്കുമ്പോൾ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, ഈ ഇമ്പോർട്ടിന്റെയും എക്സ്പോർട്ടിന്റെയും ഡിഫറൻസിനെയാണ് ബാലൻസ് ഓഫ് ട്രേഡ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ എന്ത് ഐറ്റംസ് ആണ് എടുക്കുന്നത്, പറഞ്ഞേ. യെസ്, വിസിബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. സെറ്റ് അല്ലേ? വിസിബിൾ ആയിട്ടുള്ള ഐറ്റംസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നോക്കിക്കോ, നമ്മൾ വേറെ 3 കാലം ഡിസ്കസ് ചെയ്തു, ട്രേഡ് ഡെഫിസിറ്റ്, ട്രേഡ് സർപ്ലസ്, ട്രേഡ് ബാലൻസ്. സെറ്റ് അല്ലേ? ഇനി നമുക്കിത് മനസ്സിലായെങ്കിൽ എന്തിലേക്ക് പോകാം, ബാലൻസ് ഓഫ് പേയ്മെന്റ്സിലേക്ക് പോകാം. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് നടത്തിയ സാമ്പത്തിക ട്രാൻസാക്ഷന്റെ ഒരു രേഖേനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ രാജ്യം വേറെ രാജ്യവുമായിട്ട് എന്തൊക്കെ എക്കണോമിക് ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ട്, അതിന്റെ ഒരു പ്രൂഫ്, ഒരു രേഖേനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബാലൻസ് ഓഫ് ട്രേഡ്, ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. തിരിഞ്ഞ പോലെ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്,
സെറ്റ് അല്ലേ? ഇംഗ്ലീഷിൽ നമ്മൾ ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഓൾ എക്കോണമിക് ട്രാൻസാക്ഷൻ. അതായത് ഒരു കൺട്രി വേറൊരു കൺട്രിയുമായിട്ട്, ഒരു രാജ്യം വേറൊരു രാജ്യമായിട്ട് നടത്തുന്ന എല്ലാ എക്കോണമിക് ട്രാൻസാക്ഷൻ്റെയും ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡാണ് എന്തെന്ന് പറയുന്നത്? ബാലൻസ് ഓഫ് പേയ്മെന്റ് ആയിട്ട് പറയുന്നത്. സെറ്റ് അല്ലേ? ഇനി നോക്കിക്കോ, ഇവിടെ എന്തൊക്കെ ഉണ്ടാകും? യെസ്, വിസിബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാകും, ഇൻവിസിബിൾ ആയിട്ടുള്ള ഐറ്റംസും ഉണ്ടാകും. ഓക്കെ ഓക്കെ, സെറ്റ് അല്ലേ? ബോത്ത് വിസിബിളും ഇൻവിസിബിളും. പക്ഷെ ബാലൻസ് ഓഫ് ട്രേഡിൽ വിസിബിൾ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാലൻസ് ഓഫ് ട്രേഡിൽ എന്തുണ്ടായിരുന്നുള്ളൂ? വിസിബിൾ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ബാലൻസ് ഓഫ് പേയ്മെന്റ്സിൽ എന്തുണ്ട്? ബോത്ത് വിസിബിളും ബോത്ത് ഇൻവിസിബിളും ഉണ്ട്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറൊരു കാര്യമാണ്. നിങ്ങൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അക്കൗണ്ടൻസിയിൽ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതായത് രണ്ട് സൈഡാണുള്ളത്. എന്ത്? ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ഡെബിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിതാ ഈ ഒരു ചിഹ്നം വെച്ചു, മൈനസ് എന്ന ചിഹ്നം വെച്ചായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഈ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ പ്ലസ് ആണ് അല്ലേ? ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ പ്ലസ് ആണ്. ഡെബിറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഔട്ട് ഫ്ലോ, ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന സാധനങ്ങളാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ഡെബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഇവിടുന്ന് കടം കൊടുക്കുന്ന ഒരു രാജ്യത്തിന്, അത് നമുക്ക് എന്തെന്ന് പറയാം? ഡെബിറ്റ് ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവല്ലേ? ഇനി ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഇൻഫ്ലോനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇൻഫ്ലോ. സെറ്റ് അല്ലേ? ഇൻഫ്ലോനെയാണ് നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കടം വാങ്ങുന്നതാണ് അല്ലെ? ഇങ്ങോട്ട് വാങ്ങുകയാണ്, നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്നതാണ് ഡെബിറ്റ്. ഡെബിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഔട്ട് ഫ്ലോ ആണ്, അതായത് നമ്മുടെ ഇവിടുന്ന് വേറെ രാജ്യത്തേക്ക് പോകുന്നതാണ്. നമ്മൾ കടം കൊടുക്കുന്നു ഫോർ എക്സാമ്പിൾ. ഇനി ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഇൻഫ്ലോ, രാജ്യത്തിലേക്ക് വരുന്നത്, നമ്മൾ കടം വാങ്ങുന്നൊരു പ്രോസസ്സ്. സെറ്റ് അല്ലേ? ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ആണ്. ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ആണ് എവിടെ ഉള്ളത്? ബാലൻസ് ഓഫ് പേയ്മെന്റ്സിലുള്ളത്. ഇത് മനസ്സിലാക്കിയാലേ ബാക്കി കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. രണ്ട് സൈഡാണുള്ളത്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ഡെബിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? ഔട്ട് ഫ്ലോ ആണ്. ക്രെഡിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഫ്ലോ ആണ്. ഇതിനാണ് സെറ്റ് അല്ലേ? ഇനി നോക്കിക്കോ, ബാലൻസ് ഓഫ് പേയ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ രണ്ടെടുത്തിരിക്കാം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിക്കാം. കറന്റ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. കറന്റ് അക്കൗണ്ടിൽ വരുന്നത് എക്സ്പോർട്ട്, ഇമ്പോർട്ട്, യൂണിലാറ്ററൽ പേയ്മെന്റ്സ്. ഓക്കെ, യൂണിലാറ്ററൽ പേയ്മെന്റ്സ് എന്താന്നൊക്കെ പറയാം. ഫസ്റ്റ് എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താ? ഇവിടുന്ന് കയറ്റി അയക്കുന്നത്. അതെന്തായിരിക്കും? ക്രെഡിറ്റ് അല്ലേ? നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടില്ലേ? ഇനി ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താ? അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. കൊണ്ടുവരുന്ന സമയം നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് പൈസ കൊടുക്കാതെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. അതെന്ത് ചെയ്യും? ഡെബിറ്റ് ആവും. സിംപ്ലി ക്രെഡിറ്റും ഡെബിറ്റും തിരിഞ്ഞു പോകുന്ന ആൾക്കാർ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ് ഡെബിറ്റഡ് എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിലേക്ക് വരുന്നതാണ് ക്രെഡിറ്റഡ് എന്ന് പറയുന്നത്. ഈ പൈസ ATM-ലൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ഡെബിറ്റഡ് ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് വരത്തില്ലേ? ആ സിമ്പിൾ സാധനം തന്നെ ഉള്ളൂ ഇവിടെ. നിങ്ങൾ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ പോകണ്ട. ഓക്കെ, സെറ്റ് അല്ലേ? എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം, നമ്മൾ നേരത്തെ പഠിച്ചാണ്. ഇമ്പോർട്ടും അറിയാം. എന്താണ് യൂണിലാറ്ററൽ പേയ്മെന്റ്സ് എന്ന് പറയുന്നത്? സഹായങ്ങളാണ്. അതായത് നമ്മൾ സർവീസ് ആയിട്ട് കൊടുക്കുന്നത്, തിരിച്ചിങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുന്ന പേയ്മെന്റ്സ് ആണ് യൂണിലാറ്ററൽ പേയ്മെന്റ്സ് ആയിട്ട് പറയുന്നത്. ഇവിടെ എന്തുണ്ടാകാം? യെസ്, ക്രെഡിറ്റും ഉണ്ടാകാം, ഡെബിറ്റും ഉണ്ടാകാം. രണ്ട് രീതിയിലുള്ള കാര്യങ്ങളും യൂണിലാറ്ററൽ പേയ്മെന്റ്സിൽ ഉണ്ടാകാം. ഇത് മൂന്നുമാണ് കറന്റ് അക്കൗണ്ടിന്റെ അടിയിൽ വരുന്നത്. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ അടിയിൽ എന്തൊക്കെയായിരിക്കും വരുന്നത്? ലെൻഡിങ് വരും. നോക്കിക്കോ, എന്റെ കൂടെ പഠിച്ചോ. ലെൻഡിങ് വരും, ബോറോയിങ് വരും. പറഞ്ഞു പഠിച്ചോ, തിരിഞ്ഞു പോകണ്ട. ഇൻവെസ്റ്റ്മെന്റ് വരും. ഓക്കെ, ലെൻഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? അത് ഡെബിറ്റഡ് ആണ്. ഇനി ബോറോയിങ് എന്ന് പറയുമ്പോൾ അത് ക്രെഡിറ്റ് ആണ്. ഇനി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ബോത്ത് ഡെബിറ്റും ഉണ്ടാകും ക്രെഡിറ്റും ഉണ്ടാകും. ലെൻഡിങ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഇവിടുന്ന് കടം കൊടുക്കുകയാണ്. കടം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയില്ലേ? അപ്പൊ അതെന്താണ്? ഡെബിറ്റഡ് അല്ലേടാ. ഓക്കെ, അത് സെറ്റായോ? ബോറോയിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു രാജ്യത്തിന് നിന്ന് കടം വാങ്ങുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വരല്ലേ, അതെന്താകും? ക്രെഡിറ്റ് ആകും. ഇനി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ എന്ത് ചെയ്യും? യെസ്, വേറെ രാജ്യത്തിൽ നിക്ഷേപം നടത്തും. അതേപോലെ അവിടെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഇവിടെ നിക്ഷേപം നടത്തും. എക്സാമ്പിൾ MNCs ഒക്കെ ഇല്ലേ, ഇവിടെ കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതേപോലെ ഇവിടുത്തെ ആൾക്കാർ പുറത്തു പോയിട്ട് ആ ഒരു സാധനമാണ് ഇൻവെസ്റ്റ്മെന്റ്സിൽ വരുന്നത്. ബോത്ത് സാധനങ്ങൾ വരും, ഡെബിറ്റും വരും ക്രെഡിറ്റും വരും. എങ്ങനെ? ഇവിടെയുള്ള ആൾക്കാർ പോയി ചെയ്യുന്ന സമയത്ത് അത് അങ്ങനെയാകും. തിരിച്ച് അവർ ഇങ്ങോട്ട് ചെയ്യുമ്പോഴത്തേക്കും രണ്ട് രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാകും അല്ലേ? അപ്പോൾ അവിടെ ക്രെഡിറ്റും വരും ഡെബിറ്റും വരും. എങ്ങനെ? യൂണിലാറ്ററൽ പേയ്മെന്റ്സ് പോലെ. സെറ്റ് അല്ലേ? ഇത് രണ്ട് സെറ്റ് അല്ലേ? ഇത്ര രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നത്. സിമ്പിൾ ആയിട്ട് ഒന്നുമില്ല. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ബാലൻസ് ഓഫ് ട്രേഡ് എന്താ നമ്മൾ പഠിച്ചു. ട്രേഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം ഇമ്പോർട്ടും എക്സ്പോർട്ടും.
അവിടെ വിസിബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ആ വിസിബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ മാറ്റി വെച്ചിട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ടിനെക്കാളും കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ അത് കുറവാണെങ്കിൽ അത് ഈക്വൽ ആണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഡെഫിസിറ്റ് സർപ്ലസ് ബാലൻസ് ഉണ്ടാവും നമ്മൾ പഠിച്ചു. ട്രേഡ് ഡെഫിസിറ്റ്, ട്രേഡ് സർപ്ലസ്, ട്രേഡ് ബാലൻസ്. സെറ്റ് അല്ലേ? ഇനി ബാലൻസ് ഓഫ് പേയ്മെന്റ്സിലേക്കാണ് വന്നത്. എന്താണ് പേയ്മെന്റ്സ്? ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായി എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നുണ്ട്, ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട്, അതിന്റെ സിസ്റ്റമാറ്റിക് റെക്കോർഡാണ്, രേഖയാണ് എന്തെന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ആയിട്ട് പറയുന്നത്. ഇനി ബാലൻസ് ഓഫ് പേയ്മെന്റ്സിൽ എന്തുണ്ട്? വിസിബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്, ഇൻവിസിബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഇൻവിസിബിൾ എന്താണെന്നറിയാലോ? സർവീസസ് ആയിരിക്കും ഇൻവിസിബിളിൽ വരുന്നത്. ഇനി ബാലൻസ് ഓഫ് ട്രേഡിൽ ഒള്ളി വിസിബിൾ ആയിട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നുള്ളൂ. ഇനി നോക്കിക്കേ, ഇവിടെ നമ്മൾ രണ്ട് രീതിയിലുള്ള ഡബിൾ എൻട്രി ആണ് ഉള്ളത്. രണ്ട് രീതിയിലാണ് നമ്മൾ പറയുന്നത്, ഡെബിറ്റും ക്രെഡിറ്റും. ഡെബിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഔട്ട്ഫ്ലോ, ക്രെഡിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഫ്ലോ. അതും സെറ്റ് അല്ലേ? ഇനി ഡിസ്കസ് ചെയ്തത് രണ്ട് ടൈപ്പുള്ള അക്കൗണ്ട് ആണ്, കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. കറണ്ട് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ എക്സ്പോർട്ട് ഉണ്ടാകാം, ഇമ്പോർട്ട് ഉണ്ട്, യൂണിലാറ്ററൽ പേയ്മെന്റ്സ് ഉണ്ട്. കറണ്ട് അക്കൗണ്ടിൽ എന്താണ്? ലെൻഡിങ്, ബോറോയിങ്, ഇൻവെസ്റ്റ്മെന്റ്. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കാം. ഈ കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും കൂടെ ചേർന്ന് വിളിക്കുന്നതാണ് ഓട്ടോണോമസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എബവ് ദ ലൈൻ എന്ന് പറയുന്നത്. 1 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതണം. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും കൂടെ ചേർന്ന് നമ്മൾ ഓട്ടോണോമസ് എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ എബവ് ദ ലൈൻ എന്നാണ് നമ്മളത് ഡിനോട്ട് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് ഞാൻ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ ശ്രമിച്ചത്. നിങ്ങൾക്കിത് മനസ്സിലായെങ്കിൽ യെസ് മനസ്സിലായി എന്ന് പറയണം. ഓക്കെ, ഇനിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മക്കൾമാർക്ക് ഈ രണ്ട് കൺസെപ്റ്റിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഒരു വ്യത്യാസങ്ങളും എന്താ പറയുക, ഒരു കൺഫ്യൂഷൻ ഇവിടെ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ മക്കളെ, അപ്പോൾ ദെൻ ഇനിയും കാണാം. ഹാപ്പി ലേണിംഗ്. ബൈ.